RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷക സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്നലെ നടന്ന അത്ലറ്റിക്കോ ബിൽബാവോ വേഴ്സസ് ബാഴ്സലോണ മത്സരത്തെ കുറിച്ചാണ്. ക്യാമ്പ് നൗവില് ബാഴ്സലോണ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഒരു മത്സരം കളിക്കുകയാണ് ഇന്നലെ. അപ്പൊ എല്ലാ ആരാധകരും ഭയങ്കര പ്രതീക്ഷയിലെന്ന മത്സരത്തെ കുറിച്ച് മത്സരത്തിൽ 4 ഗോളിനാണ് വിജയിച്ചത്. ലെവൻഡോസ്കിയിലൂടെ തുടങ്ങിയിട്ട് ഫെറാൻ ടോറസിലൂടെ അവസാനിക്കുന്നു. 4-ാം മിനിറ്റിൽ തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ലെവൻഡോസ്കി സ്കോർ ചെയ്യണം. 90-ാം മിനിറ്റിൽ ഫെറാൻ ടോറസിന്റെ ഗോൾ കൂടി ആയപ്പോൾ 4-0 ഗംഭീര വിജയമാണ് ബാഴ്സലോണ സ്വന്തമാക്കിയിരിക്കുന്നത്. ക്യാമ്പ് നൗവിൽ വളരെ കാലത്ത് 900 ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു മത്സരം ക്യാമ്പ് നൗ വേദിയാവുന്നത്. അതും 45,000 കപ്പാസിറ്റിയിലാണ്. ഇപ്പോൾ പാതിയാണ് സ്റ്റേഡിയം പണി കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ പാതി വെച്ചിട്ടാണ് ഈ കളി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും ഒരുപാട് 1,05,000 മൊത്തം കപ്പാസിറ്റി വരാൻ പോകുന്നത്. അപ്പോൾ ഇനി ഇതിന്റെ റൂഫും കാര്യങ്ങളൊക്കെ മൊത്തം പണി ഒരുപാട് കഴിയാണ്ട്. പക്ഷേ ക്യാമ്പ് നൗവിൽ ഇനിയുള്ള മത്സരങ്ങൾ ക്യാമ്പ് നൗവിലായിരിക്കും. ചാമ്പ്യൻസ് ലീഗ് വരുന്നത് ചെൽസി ആയിട്ട്, അതേപോലെ ഇനി ഒരുപാട് മത്സരങ്ങൾ വരാനുണ്ട്. അപ്പോൾ ക്യാമ്പ് നൗവിലേക്ക് ഇനിയുള്ള മത്സരങ്ങൾ. അപ്പോൾ മത്സരത്തിൽ നമുക്ക് എനിക്കെന്താ തോന്നുന്നു പറഞ്ഞാൽ മത്സരം ശരിക്കും കഴിഞ്ഞ സീസണിലെ അനുസ്മരിപ്പിക്കുന്ന ഒരു മത്സരമായിരുന്നു. എല്ലാ പ്ലെയേഴ്സിനും ഒരു വീറും വാശിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വല്ല ഒരു ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷമൊക്കെ ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് വന്നിട്ട് നല്ലൊരു പെർഫോമൻസ് ആണ് പുള്ളി ചെയ്തിരിക്കുന്നത്. അതിൽ യാതൊരു സംശയമില്ല. അതിൽ എടുത്തു പറയേണ്ടത് പറഞ്ഞ 2-3 ആൾക്കാരുടെ പേരിൽ എടുത്തു പറയേണ്ട കാര്യമുണ്ട്. അപ്പോൾ നമുക്ക് അതിലോട്ട് വരാം. ലെവൻഡോസ്കി ആണ് കളി തുടങ്ങിയപ്പോൾ 4-ാം മിനിറ്റിൽ തന്നെ ലെവൻഡോസ്കി സ്കോർ ചെയ്യുന്നു. 10-ാം മിനിറ്റ് ആയപ്പോൾ വേറൊരു സംഭവം ഉണ്ടായി ക്യാമ്പ് നൗവിൽ. ക്യാമ്പ് നൗ വിട്ടുപോയിട്ട് കുറെ കാലമായി ചങ്ങായി. ഇപ്പോഴും ആ ചങ്ങായിക്ക് വേണ്ടിയിട്ട് ക്യാമ്പ് നൗവിൽ ചെയർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. മേസി മേസി മേസി. എന്താല്ലേ ചങ്ങായി ക്ലബ്ബ് വിട്ടിട്ട് എത്ര കാലങ്ങളായി. ഇപ്പോഴും ആ ഒരു ബാഴ്സലോണ ഫാൻസ് ആഗ്രഹിച്ചു പോവുകയാണ് നമ്മുടെ ഈ ബാഴ്സയുടെ ക്യാമ്പ് നൗവിന്റെ പുൽ മൈതാനങ്ങളെ പുളകമണിയിക്കാൻ വേണ്ടിയിട്ട്. ആ കാലുകൾ അത് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു പോവുകയാണ്. ഇനിയും വന്നൊരു 4 മാസമെങ്കിലും ഇവിടെ ബാഴ്സലോണയിൽ കളിച്ചെങ്കിൽ ആഗ്രഹിച്ചു പോകണം. ആ ഒരു 10-ാം മിനിറ്റിൽ മെസ്സിക്ക് വേണ്ടിയുള്ള ചെറുവിളികൾ മൊത്തം സ്റ്റേഡിയം ലാപ്പോർട്ട് കേൾക്കുന്നുണ്ടോന്ന് വരെ ഒരു ആരാധകൻ വീഡിയോ എടുത്തിട്ട് പറയുന്നുണ്ട്. അപ്പൊ അത്രമാത്രം ആ ചങ്ങായിനെ ക്യാമ്പ് നൗ മിസ് ചെയ്യുന്നുണ്ട്. ക്യാമ്പ് നൗവിലെ ഓരോ പുൽത്തരികളും മിസ് ചെയ്യുന്നുണ്ട്. അപ്പോ എനിക്ക് ഇന്നലെ കളി കണ്ടപ്പോൾ ഭയങ്കര ആ ഒരു 10-ാം മിനിറ്റ് ആയി പെട്ടെന്നൊരു സൗണ്ട് തുടങ്ങി ആ മെസ്സിക്കുള്ള ആ ഒരു ചെറുവിളി. അപ്പോൾ അതിൽ നിന്ന് തുടങ്ങി പിന്നെ ക്യാമ്പ് നൗവിലെ അവസാന വെടിക്കെട്ടും പൊട്ടിച്ച് 4 ഗോളിന്റെ വിജയമാണ് നേടിയിട്ടുള്ളത്. ഹാപ്പിയാണ്. എന്താന്ന് പറഞ്ഞാല് ആ ഒരു സാറ്റിസ്ഫൈ ഉള്ള കളിയാണ് കളിച്ചിരിക്കുന്നത്. എല്ലാ മേഖലയിലും എന്താ പറഞ്ഞാല് ഡിജോൺ ഇല്ല, പെഡ്രി ഇല്ല. അങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ എറിക് ഗ്രാസിയ തന്നെയായിരുന്നു ഡിഫൻഡിംഗ് മിഡ്ഫീൽഡറായി ഇറക്കിയിരിക്കുന്നത്. ഓൽമോയും ഫെർമിൻ ലോപ്പസ് ആയിരുന്നു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിലുണ്ടായിരുന്നത്. അപ്പോൾ മൊത്തത്തിൽ ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു തുടക്കത്തിൽ. പക്ഷെ പിന്നെ അത് മാനേജ് ചെയ്ത് വരികയായിരുന്നു. ഫസ്റ്റ് ക്യാമ്പ് നൗ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഉദ്ഘാടനമായിട്ട് ഗോൾ അടിച്ച ലെവൻഡോസ്കിയാണ്. യമാലിന്റെ 2 അസിസ്റ്റ് ഉണ്ട്. ഫെറാൻ ടോറസിന്റെ ഡബിൾ സ്കോറും ഉണ്ട്. പക്ഷെ ഇന്ന് നമ്മുടെ മാൻ ഓഫ് ദി മാച്ച് ആയിരിക്കുന്നത് ഫെർമിൻ ലോപ്പസ് ആണ്. ഫെർമിൻ ലോപ്പസിന്റെ ഒരു കിഡിൻ ഗോൾ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്. കഴിഞ്ഞ സീസണിൽ എന്തായിരുന്നു റഫീന, അതാണ് ഈ സീസണിൽ ഫെർമിൻ ലോപ്പസ് എന്ന് യാതൊരു സംശയമില്ലാതെ പറയാം. എന്റെ അഭിപ്രായമാണ്. നിങ്ങൾക്ക് വേറെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അതിൽ യാതൊരു തർക്കമില്ല. എന്താ പറഞ്ഞാൽ അഭിപ്രായ സ്വാതന്ത്ര്യം പലർക്കും പല രീതിയിലാണ്. ചിലപ്പോൾ ഇന്ന് യമാലിന് ഒരുപാട് വരും. യമാലിന്റെ ആ ഒരു അവസാനത്തെ ഒരു അസിസ്റ്റ് ഉണ്ടല്ലോ, യമന് ഒരു രക്ഷയില്ല. ആ ചങ്ങായിയുടെ ആ ഒരു പ്രതിഭയുടെ വൈഭവം അത് എന്താന്ന് കാണിച്ചൊരു ആ ഒരു അസിസ്റ്റാണ്. എമ്മാതിരി ട്രിബിൾ ചെയ്തിട്ടെന്നറിയോ, അങ്ങനെ ഒരു 3-4-5 ആൾക്കാരെ ട്രിബിൾ ചെയ്തിട്ട് മൈതാനത്തിന്റെ മധ്യത്തിൽ നിന്ന് ഒരു പാസ് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ ആ ഫസ്റ്റ് ഫെറാൻ ടോറസിന് കൊടുത്ത സെക്കൻഡ് ഗോൾ ഉണ്ടല്ലോ, ആ ഒരു ഫസ്റ്റ് അസിസ്റ്റ് യമാലിന്റെ, അതും എമ്മാതിരി ആ റൈറ്റ് ഫുട്ട് കൊണ്ടുള്ള ആ ഒരു ക്രോസ് കൊടുക്കുന്നുണ്ടല്ലോ, അതും എമ്മാതിരി ഒരു അസിസ്റ്റ് ആണ്. ആ 2 അസിസ്റ്റുകൾക്കും കൊടുക്കണം എന്നത് ഒരു 100 മാർക്കുകൾ. അത്രയും പൊട്ടൻഷ്യലാണ്. ഇന്നും ചങ്ങായിന് 90 മിനിറ്റ് കളിപ്പിച്ചു. എനിക്ക് അതിലാണ് ഒരു നിരാശ. ഒരു 80 മിനിറ്റ് പക്ഷെ ആയിരുന്നെങ്കിൽ ആ അവസാനത്തെ അസിസ്റ്റ് കാണാൻ പറ്റില്ല. 90 മിനിറ്റ് കളിപ്പിച്ചില്ലെങ്കിൽ ഞാൻ വിചാരിച്ചു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു വിചാരിച്ചു. പക്ഷെ ചങ്ങായിനെ ഫുള്ളായിട്ട് കളിപ്പിച്ചു. എന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇന്റർനാഷണൽ ബ്രേക്ക് കുറെ കിട്ടിയിട്ട് സ്പെയിനിൽ കളിക്കാൻ പറ്റില്ല, പരിചാരണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇന്റർനാഷണൽ ബ്രേക്ക് കുറെ ടൈം കിട്ടിയപ്പോൾ ആളൊക്കെ ഇഞ്ചുറി ഒക്കെ മാറി നല്ല സെറ്റിൽ വന്നിരിക്കുക. അതിന്റെ കൂടെ തന്നെ 80-ാം മിനിറ്റിൽ നമ്മുടെ സൂപ്പർ സ്റ്റാർ റഫീനിയ കളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അടിപൊളി ഒരു കിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഗോൾ പോസ്റ്റിന്റെ അരികിലൂടെ അങ്ങനെ പോയി. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എറിക് ഗ്രാസിയനെ കുറിച്ചാണ്. ഗ്രാസിയ റൈറ്റ് ബാക്ക്, സെന്റർ മിഡ്ഫീൽഡ് ആണ്. സെന്റർ മിഡ്ഫീൽഡ് സെന്റർ ബാക്ക് ആണ്. സെന്റർ ബാക്ക് ഇനി ഫോർവേഡ് കളിക്കാൻ വേണ്ടി പറഞ്ഞാൽ അതും ആള് റെഡിയാന്നുള്ള ശരിക്കും പറഞ്ഞാൽ ഇപ്രാവശ്യത്തെ ബാഴ്സയുടെ ഒരു ബംഗാളിയാണ് ആള്. എന്ത് പണിയെടുക്കും, ഏത് പൊസിഷനിലാണെങ്കിൽ കളിക്കാൻ ഞാൻ റെഡിയാണ്. അതിൽ നല്ല ചെറിയ ഇതൊന്നുമല്ല, 8 പോയിന്റ് എബോ ആണ് അവളുടെ റേറ്റിംഗ് എല്ലാ കളിയിലും വരുന്നത്.
ഇപ്പോൾ സെൻട്രൽ മിഡ്ഫീൽഡ് ആയിക്കോട്ടെ, അതേപോലെ റൈറ്റ് ബാക്ക് ആയിക്കോട്ടെ, ലെഫ്റ്റ് ബാക്ക് ആയിക്കോട്ടെ, അതേപോലെ ഡി എമ്മിൽ കളിക്കുകയാണെങ്കിലും ഡിഫൻസീവ് മിഡ്ഫീൽഡ് കളിക്കുകയാണെങ്കിൽ ഏത് പൊസിഷനിലായിക്കോട്ടെ നല്ല പൊട്ടൻഷ്യലിലാണ് ആ കളിക്കുന്നത്. ആ അസിസ്റ്റ് കണ്ടാൽ തന്നെ നമുക്കറിയാൻ പറ്റും. അടിപൊളിയാണ് ആളുടെ കളി. അതേപോലെ ഡിഫൻസിൽ നല്ല സപ്പോർട്ട്, ആ ഡിജോൺ ഡി പെട്രിയുടെ ഒക്കെ ആ ഒരു ഇതില്ലാതെ ബോൾ ഹോൾഡ് ചെയ്തു. പക്ഷെ ആളിനെ കളിയിൽ വലുതായിട്ടൊന്നും കാണാൻ പറ്റില്ലെങ്കിലും പക്ഷെ ആളായിരുന്നു ബോൾ ഫുള്ളായിട്ട് കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് സങ്കടമായി തോന്നിയത് ഓൽമോയുടെ പെർഫോമൻസ് തന്നെയാണ്. ഓൽമോ ഇന്നും ഇഷ്ടംപോലെ ചാൻസുകൾ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2-3 ഗോൾഡൻ ചാൻസുകൾ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടിക്കുന്ന ബോൾ അതേപോലെ അസിസ്റ്റ് കൊടുക്കേണ്ട ചാൻസുകളൊക്കെ അടിച്ച് കളയാണ്. സെൽഫിഷ് ആയിട്ട് കളിയാണ്. ആൾക്ക് ആ ഗോൾ കണ്ടെത്താനുള്ള ആ ഫോമിലോട്ട് വരാനുള്ള ഇതുകൊണ്ട് തന്നെയാണ്. പിന്നെ അവസാനം സെക്കൻഡ് ഹാഫിൽ അത്ലറ്റിക് ബിൽബാവോയ്ക്ക് റെഡ് കാർഡ് കിട്ടിയതോടുകൂടി ഞാൻ വിചാരിച്ചു ഒരു 7 ഗോളൊക്കെ വീഴുന്നു. പക്ഷെ അതിനുശേഷം ബാഴ്സ കുറച്ചുകൂടെ താളത്തിലെ കളിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഗോൾ സ്കോർ ചെയ്യാൻ, ഒരുപാട് ഫൗളുകൾ, ഒരുപാട് ഇതാവരുത് ഇനിയിപ്പോ ചെൽസി ആയിട്ടുള്ള മത്സരങ്ങളും മത്സരങ്ങളൊക്കെ അടുപ്പിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഒരു സ്മൂത്ത് ആയിട്ട് വിജയം ഏകദേശം ഉറപ്പിച്ചു. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടുകളും കാര്യങ്ങളൊക്കെ വന്നു. ലെവൻഡോസ്കിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതേപോലെ കുറെ സബ്സ്റ്റിറ്റ്യൂട്ടുകളൊക്കെ വന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു കളി ആ സ്മൂത്തിൽ അവസാനിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്നതിന് ശേഷം അടിപൊളി ഒരു സ്കോറിലൂടെ 4ാമത്തെ ഗോൾ സ്കോർ ചെയ്തിട്ട് അതിനുശേഷവും ഫെറാന്റെ ഗോൾ സ്കോർ ഉണ്ടായിരുന്നു. പക്ഷെ ഓഫ് സൈഡിന് ഇതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കളിയിൽ മൊത്തത്തിലുണ്ടായത്. ക്യാമ്പ് നൗവിൽ കുറെ കാലങ്ങൾക്ക് ശേഷം നമുക്ക് ക്യാമ്പ് നൗയുടെ കളി ടി വിയിൽ നിന്ന് കാണാൻ പറ്റിയെന്നുള്ളത് അത് ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്താ പറഞ്ഞാൽ ഒരു ഹോം അഡ്വാൻറ്റേജ് ഉണ്ട്. അതേപോലെ ഹോം ഗ്രൗണ്ടിൽ കളിക്കാന്നുള്ള പ്രിവിലേജ് ആ പ്ലേയേഴ്സിനും അതേപോലെ നമുക്ക് കാണുമ്പോൾ ആ കാണികൾക്കും. ഇപ്പോൾ ഏതൊക്കെ സ്റ്റേഡിയത്തിൽ ഇപ്പോൾ ക്യാമ്പ് നൗവിനെ പുറത്ത് ഇപ്പോൾ നമ്മൾ ഒരുപാട് സ്റ്റേഡിയങ്ങളിൽ ഇപ്പോൾ ഈ സീസണിൽ 2 സ്റ്റേഡിയങ്ങളിൽ കഴിഞ്ഞ സീസണിൽ കളി നടന്നുണ്ട്. അതൊക്കെ നമുക്ക് വൈകാരികമായിട്ട് നമ്മുടെ ഹോം ഗ്രൗണ്ട് ഉണ്ടല്ലോ ആ ഒരു അറ്റ്മോസ്ഫിയർ ഇപ്പോൾ ഓരോ ക്ലബ്ബുകൾക്ക് ആൻഫീൽഡിനാണെങ്കിൽ നമ്മുടെ ആൻഫീൽഡിന്റെ ഹോം ഗ്രൗണ്ട്, അതേപോലെ ബെർണബോ, റിയൽ മാഡ്രിഡിന്റെ അവർക്കൊക്കെ ആ ഒരു ഹോമിൽ കളിക്കുമ്പോൾ സ്വന്തം മൈതാനത്ത് കളിക്കുന്ന അഡ്വാൻറ്റേജ് അത് ഭയങ്കര വലുതാണ്. ഇന്ന് അത്ലറ്റിക് ബിൽബാ ആയതുകൊണ്ട് എനിക്ക് ചെറിയൊരു പേടിയായിരുന്നു എന്ത് സംഭവിക്കും. ഫസ്റ്റ് മത്സരമാണ്, ഉദ്ഘാടനമാണ്, എന്തെങ്കിലും സംഭവിക്കും. ഇനിയിപ്പോ ഒരു സമനില മതി അത്രയും ഇതാവാൻ. ലീഗിൽ ഇപ്പോ സെക്കൻഡ് പൊസിഷനാണ്, ഇപ്പൊ ഫസ്റ്റിൽ എത്തി നിൽക്കുന്നുണ്ട്. റയൽ മാഡ്രിഡ് ഒരു കളി കുറവാണ്. നാളത്തെ റയൽ മാഡ്രിഡിന്റെ കളി കഴിഞ്ഞാലേ അറിയുള്ളൂ എങ്ങനെയാണ് പൊസിഷൻ നിൽക്കുന്നത്. 31 പോയിന്റുമായിട്ട് ബാഴ്സയാണ് 1ാം സ്ഥാനത്തുള്ളത്. ശരിക്കും ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെയാണ്. പക്ഷെ തീർച്ചയായും നിറമങ്ങിയ ഒരു പോരാട്ടമായിരുന്നു അത്ലറ്റികോ ബിൽബാവോയുടെ ഭാഗത്ത് ഉണ്ടായത്. അതേപോലെ നിക്കോ വില്യംസിനൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് റെഡ് കാർഡ് കിട്ടിയപ്പോൾ അവരുടെ പ്ലെയർക്ക് റെഡ് കാർഡ് കിട്ടിയപ്പോൾ നിക്കോ വില്യംസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ബാഴ്സലോണ കൂകിയിട്ടാണ് ആളിനെ ഇവിടുന്ന് പുറത്ത് വിട്ടത്. എന്താ പറഞ്ഞാൽ ആൾക്ക് നല്ലൊരു ചാൻസ് ആയിരുന്നു ബാഴ്സയിൽ കളിക്കാന്നുള്ളത്. എന്താ പറഞ്ഞാൽ നമ്മുടെ റാഷ്ഫോർഡും അതേപോലെ റൂണി, അതേപോലെ ജോൺ ഗാസിയനൊക്കെ ഗോൾ കീപ്പറായിട്ടുള്ള ജോൺ ഗാസിയനൊക്കെ സൈൻ ചെയ്ത സമയത്ത് രജിസ്റ്റർ ചെയ്യാൻ അവർക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റി. പക്ഷെ നമ്മുടെ വില്യംസിന് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ ബാഴ്സയിൽ എന്ന പേടി കൊണ്ട് ആള് ബാഴ്സയിലേക്ക് വരാതിരുന്നത്. അത് ആളുടെ ഫാമിലി ഇതിൽ നിന്നും അതേപോലെ അത്ലറ്റിക് ക്ലബിൽ നിന്നും എല്ലാം ആൾക്ക് നല്ല പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് അവിടെ നിന്ന് വരാതിരുന്നത്. അത് ആൾക്ക് പറ്റിയ ഒരു അബദ്ധം തന്നെ പറയാൻ പറ്റുള്ളൂ. ഈ ബാഴ്സയിൽ വന്നാണെങ്കിൽ ആൾക്കൊരു ഫ്യൂച്ചർ ഉണ്ടായിരുന്നത്. അപ്പോ ഇതൊക്കെയാണ് ഇന്നത്തെ കളിയെ കുറിച്ച് പറയുന്നത്. ജോൺ ഗാസിയനെ കുറിച്ച് പറയാതെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാൻ പറ്റില്ലല്ലോ. എന്താ പറയുക, ഗോൾ കീപ്പർ എന്ന നിലയിൽ ആള് ഒരു രക്ഷയില്ല. ഇന്നത്തെ കിടിലൻ 2-3 സേവ് ഉണ്ടെന്ന് ക്ലീൻ ഷീറ്റ് നേടിയിട്ടാണ് ആള് ക്യാമ്പ് നൗവില് അവിടുത്തെ കാണികൾക്ക് കൊടുത്ത സമ്മാനം എന്ന് പറഞ്ഞാൽ ക്ലീൻ ഷീറ്റ് ആണ്. എന്താന്ന് പറഞ്ഞാൽ ഒരു 3-4 ഗോൾ നല്ല ചാൻസ് ഉണ്ടായിരുന്നു. നിക്കോ വില്യംസിന് ഉണ്ടായിരുന്നു. അതേപോലെ ഒരു ഹെഡർ ചാൻസ് ഒന്നുണ്ടായിരുന്നു. ആ ഒരു സേവ് ആയിരുന്നു. ഇപ്പോൾ റീൽസുകളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത് എമ്മാതിരി സേവ് ആയിരുന്നു എന്നറിയാം. കിടില്ല, ഒരു രക്ഷയില്ല. ആളുടെ പെർഫോമൻസ് ഒരു ചുരുങ്ങിയത് ഒരു 4 സേവ് ഒക്കെ നല്ല ഗോൾഡൻ ചാൻസുകൾ സേവ് ചെയ്ത ആള് അകറ്റിയിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എല്ലാവരുടെ പെർഫോമൻസും അടിപൊളിയാണ്. ബാൽഡെ, കുണ്ടെ, അതേപോലെ കുബാർസി, അതേപോലെ ജെറാഡ് മാർട്ടിനാണ് സെന്റർ ബാക്ക് ആയിട്ട് ഇന്ന് കളിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആളൊക്കെ ഹാഫ് ടൈമിന് ശേഷം ബാൽഡേക്ക് പരിക്കായ ശേഷം അറോഹോ ഗ്രൗണ്ടിൽ വരുന്നുണ്ട്. എല്ലാവരും അത്യാവശ്യം നല്ല രീതിക്ക് പെർഫോമൻസ് നടത്തുന്നുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ മന്ദഗതിയിലായിരുന്നു. അവസാനത്തെ ആ ഗോളിലാണ് നമുക്കൊരു സാറ്റിസ്ഫൈ കിട്ടിയത്. എന്താ പറഞ്ഞാൽ പരുക്കുകളൊന്നും വരരുത്, പിന്നെ കുറച്ച് ഗ്രൗണ്ടിൽ തന്നെ റെസ്റ്റ് എടുക്കാന്നുള്ള തീരുമാനത്തിലാണ് ബാഴ്സ കോച്ചും അതേപോലെ ആൻസി ഫ്ലിക്കും അതേപോലെ പ്ലേയേഴ്സും തീരുമാനിച്ചത്. അതേപോലെ തന്നെയാണ് കളി ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് സെക്കൻഡ് ഹാഫ് കുറച്ച് നിരാശ വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും മൊത്തത്തിൽ നോക്കുമ്പോൾ എല്ലാ നിലയിലും എല്ലാം നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ റഫീനയുടെ തിരിച്ചു വരും. ഇനി പെഡ്രിൻ ഡിജോണും കൂടി വന്നു കഴിഞ്ഞാൽ ടീം ഒന്ന് സെറ്റ് ആവും. റാഷ്ഫോർഡും അടുത്ത കളിയിൽ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും അടുത്ത കളിക്കായി നമുക്ക് ഇവരുടെ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ 18 ഷോട്ടുകളാണ് ബാഴ്സലോണ എടുത്തുള്ളത്. അതിൽ 7 ഓൺ ടാർഗറ്റിലേക്ക് ആകുമ്പോൾ അത്ലറ്റികോ ബിൽബാവോ 10 ഷോട്ട് എടുത്തപ്പോൾ 2 മാത്രമാണ് ഓൺ ടാർഗറ്റിലേക്ക് വന്നത്. ബാൾ പൊസിഷൻ നോക്കുകയാണെങ്കിൽ 68% ബാഴ്സലോണയുടെ കയ്യിലുണ്ടായിരുന്നു, 32% മാത്രം അത്ലറ്റികോ ബിൽബാവോ ഉണ്ടായിരുന്നു. പാസുകൾ കംപ്ലീറ്റ് ചെയ്ത് 551 പാസുകൾ ബാഴ്സ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 233 പാസുകൾ മാത്രമാണ് അത്ലറ്റികോ ബിൽബാവോ കംപ്ലീറ്റ് ചെയ്തത്. പാസിംഗ് അക്യൂറസി നോക്കുകയാണെങ്കിൽ 93% ഉണ്ട്, അവിടെ 87%. ഫൗൾസ് നോക്കുകയാണെങ്കിൽ 10 ഫൗൾസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ബാഴ്സലോണയുടെ ഭാഗത്ത്, അവിടെ 7 ഫൗൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. യെല്ലോ കാർഡ് 2 അത്ലറ്റികോ ബിൽബാവോയ്ക്കും, ഒരു റെഡ് കാർഡും ഉണ്ട്. ഇവിടെ അതെല്ലാം 0 ആണ്. അതേപോലെ ഓഫ് സൈഡ് നോക്കുകയാണെങ്കിൽ 7 ഓഫ് സൈഡ് ബാഴ്സലോണ, അതേപോലെ ഓഫ് സൈഡ്
അത്ലറ്റിക്കോ ബിൽബാവോ 3. ശരിക്കും അത്ലറ്റിക്കോ ബിൽബാവോ ഒന്ന് ആ ഒരു അൻസിബ്ലിക്കിന്റെ ഓഫ്ലൈൻ ട്രാപ്പ് ഒന്ന് ശരിക്കും അവരാ എടുത്തിട്ടുണ്ടായത്. അങ്ങനെ നോക്കുമ്പോൾ 5 കോർണേഴ്സ് വിൻ ചെയ്തപ്പോൾ അത്ലറ്റിക്കോ ബിൽബാവോ 7 കോർണേഴ്സ് വിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും ഗോൾ സ്കോർ ചെയ്യാൻ പറ്റില്ല. അതേപോലെ ഇന്നത്തെ കളിയിൽ അത്ലറ്റിക്കോ ഭാഗത്ത് ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവളുടെ ഗോൾ കീപ്പർ തന്നെയാണ്. ഗോൾ കീപ്പർ ആള് സ്പാനിഷ് നാഷണൽ ടീമിന്റെ ഗോൾ കീപ്പറാണ്. ആൾക്ക് അവിടെയും ഇതേപോലത്തെ അബദ്ധങ്ങൾ പറ്റാറുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ആ ഫെറാൻ ടോർസ് അടിക്കുന്ന ഫസ്റ്റ് ഗോള് അത്രയും ദുർബലമായ ഒരു ഷോട്ടായിരുന്നു. അത് സേവ് ചെയ്യാൻ പറ്റാതെ അതിങ്ങനെ ആ ഒരു ഡബിൾ മൈൻഡിൽ കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെയുള്ള കുറെ മിസ്റ്റേക്കുകൾ ഈ ചങ്ങയുടെ ഭാഗത്ത് നമ്മൾ കുറെ മുമ്പുള്ള കളികളൊക്കെ സ്പെയിനിന്റെ കളികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം. അതേപോലെ അത്ലറ്റിക്കോ ബിൽബാവോയുടെ കളികൾ കണ്ടാൽ അറിയാൻ പറ്റും. കിടിലൻ ഗോൾ കീപ്പറാണ് ഒരു രക്ഷയില്ല. പക്ഷെ ചില അബദ്ധങ്ങൾ കാണിക്കുന്നത് വലിയ പിഴവാണ്. ഇന്ന് ആ 2 ഗോളും അതിസുന്ദരമായി സേവ് ചെയ്യേണ്ടായിരുന്നു. പക്ഷെ അത് നിർഭാഗ്യവശാൽ ആളുടെ ആ സേവിന്റെ ദുർബലമായ സേവിലൂടെ അത് ഗോളായി മാറുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഒരുപാട് സന്തോഷമുണ്ട് ക്യാമ്പ് നൗവിൽ വെച്ച് വീണ്ടും ഒരു കളി കാണാൻ പറ്റിയതിൽ. അപ്പോൾ എന്തായാലും ഇന്നലെ റെയ്ഹാൻ പറഞ്ഞ പോലെ 3-2 റെയ്ഹാന്റെ പ്രഡിക്ഷൻ. പക്ഷെ ഇന്ന് 4-0 ഗംഭീര വിജയമാണ് ബാഴ്സലോണ നേടിയിരിക്കുന്നത്. അപ്പോൾ നാളത്തെ റയൽ മാഡ്രിഡിന്റെ കളിക്കായിട്ട് ബാഴ്സ ആരാധകർ കാത്തിരിക്കായിരിക്കും. അപ്പോൾ എന്തായാലും ഇതോടുകൂടി ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.